ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് തന്നെയുള്ളൂ ഞാൻ ചെയ്യുന്നത്. അപ്പം രാവിലത്തെ സ്കിൻ ഇതാണ്. ഓയിൽ ഉണ്ടാവും, ഡസ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഫേസിൽ. നമുക്കിത് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി പരിപാടികൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചിടാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അന്നെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യം മുടി അപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഭാഗത്തൊരു പിമ്പിളിൻ്റെ അതിപ്പോൾ മാറി വരുന്നേ ഉള്ളൂ. കുറച്ച് മുന്നേ 1 വീക്ക് മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായാലുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം ഞാൻ ഭയങ്കര ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യില്ല, ജസ്റ്റ് ഡാബ് ചെയ്തെടുക്കലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ടിഷ്യൂ എടുത്തത്. നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം. അതിൻ്റെ മുന്നേ നമുക്ക് സ്ക്രബിലേക്ക് വേണ്ട കുറച്ച് സാധനം റെഡിയാക്കാണ്ട് രാവിലെ ഞാൻ ചെയ്യുന്ന കുറച്ച് അരിപ്പൊടി എടുത്തിട്ട്, കരിപ്പൊടി മാത്രം മതിട്ടോ, വേറെ ഒന്നും വേണ്ട. അരിപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി. ഇതേക്ക് മടിയായിട്ടോ. ഇപ്പം നമ്മുടെ ഫേസ് വാഷ് വരുന്നത് കേട്ടോ. ഇത് 4-in-1 ആണ് വരുന്നത്. ക്ലെൻസ് ആക്നെ, ലൈറ്റനിങ് വരുന്നുണ്ട്. നമ്മുടെ ആക്നെ പിമ്പിൾസ് വന്ന ഏരിയ ലൈറ്റൻ ചെയ്യാനും പിന്നെ ആക്നെ വരാതെ നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ് അത്. അത്യാവശ്യം ഇത്ര എടുക്കാം. ഇനി നമ്മൾ നേരത്തെ റൈസ് പൗഡർ എടുത്ത് വെച്ചിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കുറച്ചെടുത്ത് വെച്ചാൽ കേട്ടോ. നമുക്ക് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ജെന്റിലായിട്ട് ചെയ്താൽ മതി, ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന് വേണ്ട. ഫേസ് വാഷ് ചെയ്യും. ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. അടിപൊളിയാണ്. ഞാൻ ഒരു വിധം എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ അത്. ഡോക്ടർ ഷത്തിൻ്റെ ആണ്. ഞാനിതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനിതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് നല്ല ഗ്ലോ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഒരു നമ്മൾ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷും മോയ്സ്ചറൈസറും കൂടി കേട്ടോ ഈ ഒരു ഡോക്ടർ ഷത്തിൻ്റെ. ഞാൻ വരുന്ന വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഓൾറെഡി കോമ്പിനേഷൻ ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് നമ്മൾ ചില സമയത്ത് ഒരു ഓയിലി ടെക്സ്ചർ തോന്നും, ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ ഓയിൽ ഫ്രീ നോക്കിയിട്ട് വാങ്ങിയതാണ്. ഇനി ഞാൻ ഇതില്ലാതെ നടക്കലില്ല. എനിക്ക് മൂക്കുത്തില്ലാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ. ഇനി ലിപ് ബാം. ഇതാണ് നിലവിൽ എൻ്റെ സ്കിൻ കെയർ മോർണിംഗ് റൊട്ടീൻ വരുന്നത്. അപ്പം രാവിലത്തെ സ്കിൻ കെയർ റുട്ടീൻ വരുന്നത് ഈ രീതിയിലാണ്. ഇത് കുറച്ചും കൂടി നമ്മളെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുന്നതാണ് ഞാൻ ആ റൈസ് പൗഡർ വെച്ചിട്ടുള്ളത് പറഞ്ഞത്. നിങ്ങൾ രാവിലെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഗ്ലോ നിങ്ങളെ ഫേസിൽ വരും കേട്ടോ. നിങ്ങളൊരു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നിങ്ങളെ ഫേസിലേക്കൊക്കെ കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് പിന്നെ ഈ ഡെഡ് സെൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ നമ്മൾ രാവിലെ തന്നെ എണീക്കും ഇവിടേക്ക് ഒരു ഡ്രൈനെസ് ആയിട്ട് വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി റൈസ് പൗഡറിനെ കൊണ്ട് പറ്റും കേട്ടോ. ഇനി പരിപാടിയെ വിളിച്ചില്ലാത്ത പോലെ തോന്നി, അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നിരുന്നു. അപ്പം മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഭയങ്കര സിമ്പിളായി ചെയ്താൽ മതി. ഭയങ്കര ഹെവി ആയിട്ട് ക്രീം തേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ശരിക്കും ഒരു ആവശ്യമില്ല. നമ്മളെ സ്കിന്ന് നോർമൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മളെന്താ പറയുക, ഇപ്പം പോൾസൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു സെബൊക്കെ വെച്ചിട്ട് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടാവും. ഹീൽ ചെയ്യുന്ന കുറേ പ്രോസസ്സ് രാവിലെ നടക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മോർണിംഗ് ചെയ്യരുത്. രാവിലെ ജെൻറലായിട്ട് ഫേസ് വാഷ് ചെയ്യുക, അതുപോലെ ചെറുതായി ലൈറ്റായിട്ട് എന്തെങ്കിലും പാക്ക് കാര്യങ്ങൾ, അതായത് ലൈറ്റായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ റൈസ് പൗഡർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പാക്ക് നിങ്ങളുടെ സ്കിന്നിന് കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന പാക്ക് രാവിലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ സൺസ്ക്രീൻ അങ്ങനെ ശരിക്കും ചെയ്യണം എന്നാണ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസറാണ് ഞാൻ നോർമൽ എൻ്റെ റെഗുലർ ഡേയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക, എഗ്ഗ് കഴിക്കുക. ഇതൊക്കെ ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ടിപ്സ് എന്ന് പറയാൻ പറഞ്ഞാൽ ഈ കാര്യമാണ്. പിന്നെ നൈറ്റ് ആകുമ്പോൾ നൈറ്റ് റൂട്ടീനിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് ഞാൻ ഇന്നലത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അപ്പോൾ ഈ സിമ്പിളായിട്ട് ടിപ്സുകളും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി ചെയ്യുക. കുറേ കഴിഞ്ഞിട്ട് നമ്മളെ സ്കിന്ന് പോയി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഏജിങ് തോന്നുന്നുണ്ട്, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാവും വിചാരിക്കുന്നു. അപ്പം അടുത്ത ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്ലാസ്സൊക്കെ വേണം കേട്ടോ, ആ ബുദ്ധിമുട്ടല്ല, നമുക്കൊരു മടി ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് പകരം ഇങ്ങനെയൊക്കെ ആകുമ്പം വെറുതെ ഇങ്ങനെയൊക്കെ കളിച്ച് ഇരുന്ന് കുടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. അതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെയുള്ളത് നോക്കിയിട്ട് ചെയ്യാൻ നോക്കാവുന്ന കുറച്ചും കൂടി നമ്മളെ സ്കിന്ന് നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.